നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊടിപാറും പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇന്ന് വൈകിട്ട് UDF കൺവെൻഷനിൽ KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ പങ്കെടുക്കുന്നുണ്ട്. സുഹൈൽ മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുഹൈൽ, പ്രചാരണ ചൂട് എങ്ങനെയാണ് മണ്ഡലത്തിൽ? ഈ നിലമ്പൂരിന്റെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. അത്തരത്തിൽ തന്നെയായിരിക്കും ഫലമെന്ന അനുമാനത്തിൽ തീപിടിച്ച പ്രചാരണത്തിലാണ് മൂന്ന് മുന്നണികളും ഒപ്പം അൻവറും ഉള്ളത്. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇനി 2 ആഴ്ച മാത്രമാണ് ജനഹിതം രേഖപ്പെടുത്താൻ ബൂത്തിലേക്ക് എത്താൻ താമസമുള്ളൂ. ഈ 2 ആഴ്ച എന്ന് സംബന്ധിച്ച് മുന്നണികളെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ കാലപരിധിയാണ്. അതിനുള്ളിൽ വലിയ ജനസംഖ്യയുള്ള ഈ മണ്ഡലത്തിൽ എല്ലാവരെയും കണ്ടെത്തുക, അല്ലെങ്കിൽ പരമാവധി പൊതുപര്യടനങ്ങൾ നടത്തി ജനങ്ങളെ സംവദിക്കുക എന്ന് തന്നെയാണ് മുന്നണികൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, പ്രചാരണ സ്ട്രാറ്റജി. നിലവിൽ നമ്മൾക്കറിയുന്നത് പോലെ തന്നെ LDFും UDFും പഞ്ചായത്ത് പര്യടനം കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFിന്റെ പഞ്ചായത്ത് പര്യടനം ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു. UDFിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് അമരമ്പലം പഞ്ചായത്ത് പര്യടനത്തിലൂടെയാണ് ആര്യടൻ ഷൌക്കത്ത് ഇന്ന് പ്രചാരണ പരിപാടികൾ തുടങ്ങിയത്. UDFിന്റെ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട പറയേണ്ട കാര്യം, നേരത്തെ UDF കൺവെൻഷനുകളിലും നേതൃയോഗങ്ങളിലും K സുധാകരൻ ഒരു അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. ഈ അസാന്നിധ്യം ആ ഒരു വിഭാഗീയത, ആ പ്രശ്നങ്ങൾ, ആ വിമർശനങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ ഇന്ന് എരുമമുണ്ടയിൽ നടക്കുന്ന ആര്യടൻ ഷൌക്കത്തിന്റെ ഈ പര്യടന സമാപന സമ്മേളനത്തിൽ K സുധാകരൻ പങ്കെടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവരുടെ ഒരു നേതൃപാഠവും കൂടി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ LDFിന്റെയും UDFിന്റെയും NDAയുടെയും ഒക്കെ മുതിർന്ന നേതാക്കളടക്കം ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പര്യടനം നടത്തുകയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് പര്യടനം നടത്തുന്നത്. LDFിന് നാളെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനെത്തും. മറ്റന്നാൾ മുതൽ മന്ത്രിതലത്തിലും കൂടുതൽ ആളുകൾ എത്തും. BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 5-ാം തീയതിയാണ്. സുരേഷ് ഗോപിയാണ് പ്രധാനമായും എത്തുന്ന നേതാവ്. അങ്ങനെ 3 മുന്നണികളും പരമാവധി VIP-കളെയും നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോകുന്നത് അങ്ങേയറ്റം ചൂടുപിടിപ്പിക്കുന്ന ഒരു പ്രചാരണ തന്ത്രങ്ങളും പരിപാടികളുമായാണ് ഇപ്പോൾ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പോകുന്നത് സജീവമാകുന്നത്. ഉന്മേഷ്. ശരി, സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.